മാധ്യമ സംഗമവും ഇഫ്താർ വിരുന്നു നടത്തി LDF സ്ഥാനാർത്ഥി KK വത്സരാജ്. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ, ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള ശരിയായ മാർഗം. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK വത്സരാജിന്റെ ഗൃഹപ്രവേശനത്തോടനുബന്ധിച്ചാണ് മാധ്യമ സംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചത്. കയ്പമംഗലം കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബ്ബുകളിലെ അംഗങ്ങളാണ് മാധ്യമ സംഗമത്തിൽ പങ്കെടുത്തത്. ശ്രീനാരായണപുരം പള്ളിനട ബസ് സ്റ്റോപ്പിന് പടിഞ്ഞാറ് വശത്താണ് KK വത്സരാജിന്റെ വസതി. CPI കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, അസിസ്റ്റന്റ് സെക്രട്ടറി AD സുദർശനൻ, നാട്ടിക ഫർക്ക സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജ്യോതി പ്രകാശ്, ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, മാധ്യമപ്രവർത്തകരായ ഉദയകുമാർ, ഗിരീഷ് ഉണ്ണികൃഷ്ണൻ, ഹരി പെരിഞ്ഞനം, സുബിൻ കണ്ണദാസ്, KK രാജേന്ദ്രൻ, PK നൌഫൽ, CR ജിജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ കയ്പമംഗലം മണ്ഡലത്തിൻ്റെ LDF സ്ഥാനാർത്ഥി എന്ന രീതിയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുകയും ധാരാളം വോട്ടർമാരെയും ബഹുജനങ്ങളെയും കാണാൻ ഇടവരികയും ചെയ്തു. വളരെ ആവേശകരമായ ഒരു അനുഭവമാണ് കയ്പമംഗലം മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് നിലനിൽക്കുന്നത്. കാണുന്ന ആളുകൾ മുഴുവൻ LDFന്റെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ആവേശകരമായ പിന്തുണ നൽകുന്ന സമീപനമാണ് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് കയ്പമംഗലം മണ്ഡലം എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും എല്ലാ നന്മകളും കൂടിച്ചേരുന്ന വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു ബഹുജനങ്ങളുടെ മണ്ണായിട്ടാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി എനിക്ക് മുമ്പ് ഇവിടെ ജനപ്രതിനിധികളായിട്ടുള്ള LDF നേതാക്കന്മാർ, VS സുനിൽകുമാർ, EP ടൈസൺ മാഷ്, അവരൊക്കെ വിശേഷിച്ച് ഈ LDF ഗവൺമെന്റിന്റെ അനുകൂലമായ സാഹചര്യം കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ധാരാളം വികസന പദ്ധതികളും ധാരാളം ക്ഷേമ പ്രവർത്തനങ്ങളും ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ LDFന്റെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എനിക്ക് അനുകൂലമായി വരാനിടയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ച കാര്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വരണം വീണ്ടും അധികാരത്തിൽ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ ചിന്തിക്കുന്നതെന്നാണ് എനിക്ക് വിശ്വസിക്കാൻ താല്പര്യം. ആ ഒരു അനുഭവമാണ് ഈ കാലയളവിലെ പ്രവർത്തനം കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് പൊതുരംഗത്ത് വന്നത്.